പത്തനംതിട്ട ആറന്മുളയിൽ വെള്ളമിറങ്ങിപ്പോകാൻ 2 ദിവസമെടുക്കുമെന്നും ഈ സമയത്ത് മാധ്യമങ്ങളടക്കമുള്ളവരുടെ സഹായം പ്രതീക്ഷിക്കുന്നതായും അബിൻ വർക്കി MLA. വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ വീടുകളും കടകളും അടക്കം ശുചീകരിക്കേണ്ടതുണ്ട്. മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് വേണ്ട സഹായങ്ങളും തുടരുകയാണെന്നും അബിൻ വർക്കി പറഞ്ഞു. അതേസമയം ആറന്മുളയിൽ കൂടുതൽ ശ്രദ്ധ വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റാന്നിയിലുണ്ടായ ഒരു ദുരന്തം അത് നിങ്ങൾ രാവിലെ മുതൽ റാന്നിയിലെ ഏറ്റവും ഗുരുതരമായ സാഹചര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ നിങ്ങളോടക്കമുള്ളവരാണ് പറഞ്ഞത്, ഇതിന്റെ ഒരു പ്രതിഫലനം സൃഷ്ടിക്കാൻ പോകുന്നത് ആറന്മുളയാണ്. കാരണം റാന്നിയിൽ നിന്ന് വരുന്ന വെള്ളം ഒഴുകിയെത്തുന്നത് ആറന്മുളയിലോട്ടാണ്. റാന്നിയിൽ നിന്ന് അവരുടെ ഭൂപ്രകൃതി വെച്ച് വെള്ളം പെട്ടെന്ന് ഇറങ്ങുകയും ചെയ്യും, പക്ഷെ ആറന്മുളയിൽ ഇറങ്ങുകയും ചെയ്യില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആറന്മുളയിലോട്ട് കൂടുതൽ ശ്രദ്ധ ചെലുത്തണം, അത് നിങ്ങളടക്കമുള്ള എല്ലാവരും ശ്രദ്ധ ചെലുത്തണമെന്ന് പറയുന്നത്. പക്ഷേ റാന്നിയിൽ ഇന്നലെ വളരെ അവിചാരിതമായി പെട്ടെന്ന് ഉണ്ടായ ഒരു മഴയാണ്, അതിതീവ്ര മഴയാണ്. നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന മഴയായിരുന്നില്ല, അതിതീവ്ര മഴയാണ് ഇത്. അപ്പൊ റാന്നിയിൽ സ്വാഭാവികമായിട്ടും ഇന്നലെ ആ ഗുരുതര സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞത് ഒരു മുൻകരുതൽ എടുക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. ആ നിലക്കുള്ള മുൻകരുതൽ ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞ ക്യാമ്പുകൾ 37 എണ്ണം ഐഡന്റിഫൈ ചെയ്തു. ആ ക്യാമ്പുകളിലാണ് 20-ലധികം ക്യാമ്പുകൾ തുടങ്ങിയത്. ഇനി കുറച്ചുകൂടെ ശ്രദ്ധ, കാരണം റാന്നിയിൽ അവിടെ ഇനിയിപ്പോൾ ഒരു പോസ്റ്റ് ഫ്ലഡഡ് ഓപ്പറേഷനാണ് വേണ്ടത്. പക്ഷെ ഇപ്പോഴും ആറന്മുളയിൽ വേണ്ടത് ഫ്ലഡഡ് ഓപ്പറേഷൻ തന്നെയാണ്. ആറന്മുളയിലെ ഫ്ലഡ് ഇറങ്ങാൻ 2 ദിവസമെങ്കിലും എടുക്കും. അപ്പൊ അതുകൊണ്ട് ആറന്മുളയിൽ ആ രീതിയിലുള്ള ഒരു ശ്രദ്ധ കൂടുതലായി ചെലുത്തണം എന്നുള്ളതാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. റാന്നിയിൽ വേണ്ടത് ഇനി പോസ്റ്റ് ഫ്ലഡഡ് ഓപ്പറേഷൻസ് ആണ്, അത് ആ രീതിയിലാണ് എടുക്കേണ്ടത്. ഇവിടെ ഈ വെള്ളം ഇറങ്ങാൻ 2 ദിവസം കൂടി എടുക്കും. അപ്പോൾ വലിയ ആ ദുരന്തത്തെ നേരിടാൻ എല്ലാവരുടെയും, ഞാൻ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ അഭ്യർത്ഥനയാണ് ഉള്ളവരോടുള്ള ഒരു അഭ്യർത്ഥനയാണ് ഞാൻ പറഞ്ഞത്. കാരണം ഈ കാര്യങ്ങളിലൊക്കെ എല്ലാവരുടെയും കാരണം ഉണ്ടാകുന്നതാണ്.